ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു മീനച്ചാറിൻ്റെ റെസിപ്പി കാണാം. അപ്പം നമ്മളിവിടെ 1 കിലോ ചൂരമീനാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ കഴുകി അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 30 മിനിറ്റ്സ് കേട്ടോ. അതിനുശേഷമാണ് നമ്മളിത് വറുക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ നിങ്ങൾ ഒഴിച്ച് നിങ്ങൾക്ക് വറുത്തെടുക്കാവുന്നതാണ്. നമ്മളിവിടെ ഈ മീൻ ഭയങ്കര ഡീപ്പായിട്ടൊന്നും നമ്മൾ വറുത്തെടുക്കുന്നില്ല കേട്ടോ. നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്തോളൂ. അപ്പം നമുക്കിനി അടുത്ത റെസിപ്പി കാണാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതെല്ലാം അരിഞ്ഞതും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാൻ വെക്കുക, അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 സ്പൂൺ ഉലുവയും 2 സ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ അതിങ്ങനെ പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില, കുറച്ചധികം ഉണ്ട് കേട്ടോ, നമുക്ക് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അതും നല്ലതുപോലെ കിടന്നൊന്ന് മൊരിഞ്ഞ് വരണം. അതിനുശേഷമാണ് നമ്മൾ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫ്ലേവർ നല്ലപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഏകദേശം 1 ഇഞ്ചി, ഒരു അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഇഞ്ചി എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് അരിഞ്ഞത്. ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മൊത്തത്തിലുള്ള ഒരു വെളുത്തുള്ളി ഇല്ലേ, അത് വലുതാണെങ്കിൽ ഒരെണ്ണവും, അല്ലെങ്കിൽ നിങ്ങളതനുസരിച്ച് എടുക്കണേ, 2 എണ്ണമൊക്കെ എടുക്കണം ചെറുതാണെങ്കിൽ. നമ്മൾ അതും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലപോലെ ഇങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കണം. ആ ഒരു കൺസിസ്റ്റൻസി ആകുമ്പം നമുക്കതിലേക്ക് 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 സ്പൂൺ സാദാ മുളക് പൊടിയും നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് മിക്സ് ചെയ്യുന്ന ടൈമിലൊക്കെ നല്ലപോലെ തീ ഉറച്ച് വെക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 1 സ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഈ പൊടിയൊക്കെ മൊരിഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മീൻ കഷ്ണങ്ങളെല്ലാം തന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഒന്ന് മിക്സായിട്ട് വരുമ്പോൾ നമുക്ക് വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വിനാഗിരിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ 2 ദിവസമൊക്കെ കഴിയണം കേട്ടോ ഇതെല്ലാം ഒന്ന് സെറ്റാവാൻ. അപ്പം നല്ല അടിപൊളി അച്ചാർ റെഡി.